ഭാര്യയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ ഖാദ്രി തന്റെ സർവ്വസമ്പാദ്യവും ചിലവഴിച്ചു. ആഭരണങ്ങൾ വിറ്റു, ഭൂമി വിറ്റു, പെൻഷൻ തുക മുഴുവൻ ഇതിനായി മാറ്റിവെച്ചു. എഞ്ചിനീയർമാരില്ലാതെ സിമന്റും ഇഷ്ടികയും ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തം മേൽനോട്ടത്തിൽ ആ സ്മാരകം കെട്ടിപ്പടുത്തു. മാസങ്ങളും വർഷങ്ങളും എടുത്തു. പലപ്പോഴും പണി പാതി വഴിയിൽ മുടങ്ങി. പണമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം പട്ടിണി കിടന്നു. എന്നിട്ടും പണി നിർത്തിയില്ല. ഒടുവിൽ കളിയാക്കിയ ഗ്രാമത്തുകാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. ആഗ്രയിലെ താജ്മഹലിനെ പോലെ 4 മിനാരങ്ങളും വലിയൊരു താഴികക്കുടവുമുള്ള ആ മിനി താജ്മഹൽ ആ ഗ്രാമത്തിൽ ഉയർന്നു. അതിന്റെ ഉള്ളിൽ കൃത്യം നടുവിലായി അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ഭാര്യ തജമുല്ലി ബീഗത്തെ അടക്കം ചെയ്തു. എന്നാൽ അവിടെ തീർന്നില്ല. ആ കല്ലറയോട് ചേർന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു കിടക്കുന്ന മറ്റൊരു സ്ഥലം കൂടി അദ്ദേഹം ഒരുക്കിയിരുന്നു. അത് അദ്ദേഹത്തിന് വേണ്ടിയുള്ളതായിരുന്നു. മരണശേഷം പോലും എന്റെ തജമുല്ലിയെ പിരിയരുത്, എനിക്ക് അവളോടൊപ്പം ഉറങ്ങണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരേയൊരു ആഗ്രഹം. പിന്നീട് പലരും സഹായ വാഗ്ദാനവുമായി വന്നെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. ഇതെന്റെ പ്രണയമാണ്, എന്റെ വിയർപ്പുകൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. 2018-ൽ ഒരു വാഹനാപകടത്തിൽ ഫൈസുൽ ഹസൻ ഖാദ്രി മരിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹം പണിത ആ താജ്മഹലിനുള്ളിൽ ഭാര്യയുടെ കല്ലറയോട് ചേർന്ന് അദ്ദേഹത്തെയും അടക്കം ചെയ്തു. ഷാജഹാന് പണമുണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം മാർബിളിൽ തീർത്തു. ഖാദ്രിക്ക് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം അത് ഇഷ്ടികയിൽ തീർത്തു. ഇന്ന് ആഗ്രയിൽ പോകുന്ന പലരും വഴിയരികിലുള്ള ഈ സ്മാരകം കണ്ട് വണ്ടി നിർത്താറുണ്ട്. മണ്ണും കല്ലും കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് യഥാർത്ഥ സ്മാരകങ്ങൾ പണിയുന്നത് എന്ന് ഈ പോസ്റ്റ്മാൻ നമ്മളെ പഠിപ്പിക്കുന്നു. മരണം പോലും തോറ്റുപോയ ഇത്തരം പ്രണയകഥകൾ ഇനിയും കേൾക്കാൻ മറക്കാതെ ഫോളോ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. പണ്ട് പറഞ്ഞു കേട്ട കഥ.